വെറും 15 വയസ്സുള്ള ഒരു ബാലൻ. അമേരിക്കയിലെ ഒരു കോടതി മുറിയിൽ ആ കുട്ടി വിറങ്ങലിച്ച് നിൽക്കുകയാണ്. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഒരു കഷ്ണം ബ്രെഡും ചീസും മോഷ്ടിച്ചതാണ് അവൻ ചെയ്ത കുറ്റം. കൈവിലങ്ങണിഞ്ഞ ആ കുട്ടി ലജ്ജയോടെ തല താഴ്ത്തി നിന്നു. ജഡ്ജി അവനോട് ചോദിച്ചു, "നീ എന്തിനാണിത് ചെയ്തത്?" ആ വാക്കുകളിൽ ദേഷ്യത്തേക്കാൾ കൂടുതൽ സങ്കടമായിരുന്നു. "സാമ്പത്തികമായി മറ്റൊരു വഴിയും എനിക്കില്ലായിരുന്നു സാർ. ജോലി അന്വേഷിച്ചു പോയി, ഒന്നും കിട്ടിയില്ല. ഒടുവിൽ അമ്മയുടെ വിശപ്പ് സഹിക്കവയ്യാതെയാണ് ഞാൻ ആ ബ്രെഡ് എടുത്തത്." കോടതിയിൽ പെട്ടെന്ന് നിശബ്ദത പടർന്നു. ജഡ്ജി തൻ്റെ കസേരയിൽ ചാരിയിരുന്ന് അല്പനേരം ആലോചിച്ചു. എല്ലാവരും വിചാരിച്ചത് ആ കുട്ടിക്ക് കഠിന ശിക്ഷ ലഭിക്കുമെന്നാണ്. എന്നാൽ ജഡ്ജി പറഞ്ഞതിതായിരുന്നു: മോഷണം തെറ്റാണ്, അത് അംഗീകരിക്കുന്നു. പക്ഷെ വിശന്നു വലഞ്ഞ ഒരു കുട്ടിക്ക് തൻ്റെ അമ്മയ്ക്ക് വേണ്ടി മോഷണം നടത്തേണ്ടി വന്നുവെങ്കിൽ അതിൽ ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള ഈ സമൂഹം മുഴുവൻ കുറ്റക്കാരാണ്. അവിടെയാണ് ആ അത്ഭുതം സംഭവിച്ചത്. ജഡ്ജി വിധിച്ചു, ഈ കോടതി മുറിയിലുള്ള ഓരോരുത്തരും $10 വീതം പിഴയടയ്ക്കണം. പട്ടിണി കിടക്കുന്ന ഒരു കുട്ടിയെ കാണാൻ കഴിയാത്തതിന് നാം എല്ലാവരും കുറ്റക്കാരാണ്. തുടർന്ന് അദ്ദേഹം തൻ്റെ സ്വന്തം വിഹിതമായ $10 മേശപ്പുറത്ത് വെച്ചു. മാത്രമല്ല, ആ വിശക്കുന്ന കുട്ടിയെ സഹായിക്കുന്നതിനു പകരം പോലീസിൽ ഏൽപ്പിച്ച കടയുടമയ്ക്ക് $1000 പിഴയും വിധിച്ചു. കണ്ണീരോടെയാണ് അന്ന് കോടതിയിലുണ്ടായിരുന്നവർ പിഴയൊടുക്കി പുറത്തിറങ്ങിയത്. മനുഷ്യത്വം നിറഞ്ഞ ആ വിധി ലോകത്തിനൊരു വലിയ സന്ദേശമാണ് നൽകിയത്. നമ്മുടെ ചുറ്റുമുള്ളവരുടെ കഷ്ടപ്പാടുകൾ നാം അറിയണം. പ്രാർത്ഥനാലയങ്ങളിൽ ലക്ഷങ്ങൾ ദാനം ചെയ്യുന്നതിനേക്കാൾ വലിയ പുണ്യമാണ് ഒരു നേരത്തെ വിശപ്പടക്കാൻ ആരെങ്കിലും സഹായിക്കുന്നത്. സഹജീവികളെ ചേർത്തുപിടിക്കാൻ നമുക്ക് ശ്രമിക്കാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ കാത്തിരിക്കൂ.